കൈജു നമ്പർ 8 അനിമയാണ്. 8 എപ്പിസോഡാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 8 എപ്പിസോഡാണ് ഇത് റിലീസ് ആയിട്ടുള്ളത്. 13 എപ്പിസോഡുള്ള ഒരു ഫസ്റ്റ് സീസൺ ആയിരിക്കും ഇതിന് വരുന്നത്. ഒരു ഗംഭീര സീസണൊന്നും അല്ലെന്നുണ്ടെങ്കിലും പക്ഷേ നല്ലൊരു കിടിലൻ ആക്ഷൻ അഡ്വഞ്ചർ അനിമയാണ്. 8 എപ്പിസോഡുകളുള്ളൂ. അതുകൊണ്ട് തന്നെ അനിമയുടെ ഇൻട്രൊഡക്ഷനാണ്. ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നുള്ളൂ, വേൾഡ് ബിൽഡ് ചെയ്ത് വരുന്നതൊക്കെ ഉള്ളൂ. ഇതിനകത്ത് കാണിക്കുന്ന വേൾഡ് കൈജു ഇൻവൈഡറായിട്ടുള്ള ഒരു ജാപ്പനീസ് സിറ്റിയാണ്, അല്ലെങ്കിൽ ജപ്പാനാണ്. അപ്പോൾ നമ്മൾ പസഫിക് റിമിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെ ടൈറ്റൻസ് കൈജു ഒക്കെ ഉള്ള പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു കൈജു ഡിഫൻസ് ഫോഴ്സ് ഉണ്ട്, സോൾജിയേഴ്സ് ഉണ്ട്. പിന്നെ വേറൊരു കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈജു ക്ലീനിങ് ആണ്. അതായത് ഈ ന്യൂട്രലൈസ് ചെയ്ത കൈജൂസിനെല്ലാം ക്ലീൻ ചെയ്യണമല്ലോ സിറ്റിയിൽ നിന്ന്. അങ്ങനെ ആ ഒരു കൈജു ക്ലീനിങ്ങിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ നായകനായിട്ടുള്ള ഹിബിനോ കാഫ്ക എന്ന് പറയുന്ന നായകൻ ഒരു മിഡിൽ ഏജിലാണ്. അതായത് ഒരു 30 to 40 ഏജിലുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ യൂഷ്വലി കാണാറുള്ള നായകനെ പോലെ തന്നെ വലിയ പവറുകളൊന്നും ഇല്ലാത്ത, വലിയ സ്ട്രെങ്തനൊന്നും അല്ലാത്ത ഒരു സാധാരണക്കാരൻ. പക്ഷേ പുള്ളിക്കാരന് ഈ കൈജു ഡിഫൻസ് ഫോഴ്സിൽ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതിന് ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ട്. അപ്പം റെനോ ഇച്ചിക്കാവ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുണ്ട് നമ്മുടെ കാഫ്കയ്ക്ക്. ഇവർ രണ്ടും കൂടെ കൈജു ഡിഫൻസ് ഫോഴ്സിൽ ചേരാനായിട്ട് പോകുന്നു. അങ്ങനെ അവർക്ക് കാഫ്കയുടെ ലാസ്റ്റ് ചാൻസിൽ കിട്ടുന്നു. അങ്ങനെ ഇവർ രണ്ടും കൂടെ ആ ഒരു ഇതിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങളും ഈ കാഫ്കയ്ക്ക് ഒരു സ്ട്രെങ്തനായിട്ടുള്ളൊരു പവർ കിട്ടുന്നു, ഒരു സൂപ്പർ നാച്ചുറൽ പവർ കിട്ടുന്നതും അതെങ്ങനെ കാഫ്ക ഇതിനകത്തൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതും, ഒരു ഹ്യൂമനോയിഡായിട്ട് മാറുന്നു എന്നൊക്കെയാണ്. ഹ്യൂമനോയിഡായിട്ട് മാറുന്നു. പിന്നെ ഒരു പവർഫുള്ളായിട്ടുള്ള വില്ലൻ വരുന്നു. ഇതിൻ്റെ ഒരു ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഇത് കാണിക്കുന്നുണ്ട്, ഈ സൂപ്പർ പവർ കിട്ടുന്ന സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ എപ്പിസോഡുകൾ നീണ്ട് പതുക്കെ ഒരു ചെറിയ ലാഗിലൊക്കെയാണ് അത് ഈ ഡിഫൻസ് ഫോഴ്സിൽ ചേരുന്നത്. അവിടുത്തെ ട്രെയിനിങ്ങും കാര്യം. പക്ഷേ ആ ഒരു ട്രെയിനിങ്ങിൽ സീരിയസ് ആയിട്ടുള്ള പല സിറ്റുവേഷനിലും കാഫ്ക ഭയങ്കര കോമഡി ആയിട്ട് കാണിക്കും. നമ്മുടെ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം ഇറ്റതൊരു UGA പോലെയൊക്കെ തന്നെ വലിയ ഒരു മണ്ടനായിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു മിഡിൽ ഏജിനായാലും ഒരു മണ്ടനായിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പുള്ളി ഭയങ്കര ഫണ്ണായിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവർ ഈ ഒരു ട്രെയിനിങ്ങിനൊക്കെ പോകുന്നതൊക്കെ വളരെ ഫണ്ണായിട്ട് കാണിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു 6ാമത്തെ എപ്പിസോഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു കിടിലൻ വില്ലൻ വരുന്നു. കിടിലെന്ന് വെച്ചാൽ കിടിലൻ ഭയങ്കര പവർഫുള്ളായിട്ടൊരു വില്ലൻ വരുന്നു. ഈ വില്ലനുമായിട്ടുള്ളൊരു ഫൈറ്റ് സീനൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഗംഭീര സാധനം എന്ന് വെച്ചാൽ ഗംഭീര സാധനമാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഓരോ എപ്പിസോഡ് നോക്കി ഇനി അടുത്ത എപ്പിസോഡ് എന്നാണ് വരുന്നത്, അടുത്ത എപ്പിസോഡ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് കാണില്ല. അങ്ങനെ വരുന്നു. ഒരു 2 തൊട്ട് കുറച്ച് എപ്പിസോഡുകളിൽ ഈ ഭയങ്കര ലാഗായിട്ട് തോന്നി. കൈജു നമ്പർ 8 എന്നാണ് നമ്മുടെ കാഫ്കയെ വിളിക്കുന്നത്. സൂപ്പർ പവർ കിട്ടി കഴിഞ്ഞിട്ടുള്ള, അതായത് കൈജുവായിട്ട് മാറുകയാണ്. അതായത് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു, അതായത് ഹ്യൂമനായിട്ട് മാറാം, ട്രാൻസ്ഫോം ചെയ്ത് കൈജുവായിട്ട് മാറാം. കൈജു നമ്പർ 8 എന്നാണ് നമ്മുടെ കാഫ്കയ്ക്കുള്ള, അതായത് ഡിഫൻസ് ഫോഴ്സിലുള്ള പേര്. ഈ സെയിം കാഫ്കയാണ് ഡിഫൻസ് ഫോഴ്സിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര കോമഡി ആയിട്ടുള്ള, പുള്ളിക്ക് പല ക്രൂഷ്യൽ സിറ്റുവേഷനിലും സ്വന്തം പവർ കൊണ്ട് ഹ്യൂമനായിട്ട് നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കൈജുവായിട്ട് മാറണം. പക്ഷേ ഡിഫൻസ് ഫോഴ്സുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ തട്ടും. അങ്ങനെ പോകുന്ന കുറേ കിടിലൻ സാധനങ്ങൾ. പിന്നെ അഷിറോ മീന എന്ന് പറയുന്ന അതിനകത്ത് ഡിഫൻസ് ഫോഴ്സിലെ 3rd ഡിവിഷൻ, അതായത് ഓരോ ഡിവിഷനുണ്ട്, ഫസ്റ്റ് ഡിവിഷൻ, സെക്കൻഡ് ഡിവിഷൻ, തേർഡ് ഡിവിഷനിലെ ക്യാപ്റ്റനായിട്ടുള്ള അഷിറോ മീന. ഈ മീനയും കാഫ്കയും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അങ്ങനെ മീനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാഫ്ക ഡിഫൻസ് ഫോഴ്സിൽ ചേരാനൊക്കെ പോകുന്നത്. അങ്ങനെ കുറേ സാധനങ്ങൾ ബാക്ക് സ്റ്റോറിയൊക്കെ കാണിച്ചു പോകുന്നു. 8 എപ്പിസോഡിൽ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ സാധനം റിവീൽ ചെയ്യും. കാഫ്ക ആരാണെന്നുള്ള സാധനമൊക്കെ റിവീൽ ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരുപാട് എപ്പിസോഡുകളൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട. ആദ്യമേ എല്ലാ സാധനം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് എത്ര സീരീസ് കാണും, അല്ലെങ്കിൽ എത്ര സീസൺ കാണും, എങ്ങനെയാണ് പരിപാടികൾ എന്നൊക്കെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ മാംഗോ ഓൾറെഡി റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അത് പോയി വായിക്കാം. എന്തായാലും ഒരു നല്ല ആക്ഷൻ അഡ്വഞ്ചർ, ഈ കൈജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടം, അല്ലെങ്കിൽ ടൈറ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സീരീസ് ആയിരിക്കും കൈജു നമ്പർ 8 എന്ന് പറയുന്നത്.